നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 518th day. Today 12th sloka of first skanda, first chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 518ാമത്തെ ദിവസം. ഇന്ന് ഒന്നാമത്തെ സ്കന്ധം, ഒന്നാമത്തെ അധ്യായത്തിലെ പ്രഥമ സ്കന്ധം, ഒന്നാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പദി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പദി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. ഓം തത്സത്. ശൗനകാദികൾ സൂതനോട് ചോദ്യം ചോദിക്കുകയാണ്. അല്ലയോ സൂത മഹാനുഭാവ, അവിടുന്ന് മംഗളം ഭവിക്കട്ടെ. അവിടുന്ന് എല്ലാം അറിയുന്നുവല്ലോ. ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ദേവകി ദേവിയുടെയും വസുദേവൻ്റെയും പുത്രനായിട്ട് ജനിച്ചത് എന്ന് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നാലും. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാത്തിൻ്റെയും പുരാണങ്ങളുടെയെല്ലാം അർത്ഥം ഗ്രഹിക്കുവാൻ ഉള്ള കഴിവില്ല, അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്. അല്ലയോ സൂത, നിങ്ങൾക്ക് ആ വിനയമാണ്, ശൗനകാദികൾ സൂതനോട് കാണിക്കുന്ന വിനയവും ബഹുമാനവും നമുക്ക് ഈ ശ്ലോകങ്ങളിലുടനീളം കാണാവുന്നതാണ്. സൂത ജാനാസി, അവിടുന്ന് എല്ലാം അറിയുന്നുവല്ലോ. ഭദ്രം ദേ, നിങ്ങൾക്ക് ഭദ്രം മംഗളം ഭവിക്കട്ടെ. ഭദ്രം എന്നാൽ മംഗളം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാത്വതാം എന്നർത്ഥം പതി. സ്വാത്വതാം പതി എന്ന അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തന്മാരുടെ പതിയായിട്ടുള്ള ആ ഭഗവാൻ ശ്രീഹരി എന്തിനു വേണ്ടിയിട്ടാണ് ദേവകിയുടെയും ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ എന്തിനു വേണ്ടി ചികീർഷയ എന്തിനു വേണ്ടി നിർവഹിക്കാൻ വേണ്ടി. ചികീർഷം എന്ന് നിർവഹിക്കാൻ, നിർവഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ദേവകി ദേവിയുടെയും വസുദേവൻ്റെയും പുത്രനായിട്ട് ഭക്തന്മാരുടെ പതിയായ സാത്വതാംപതിയായിട്ടുള്ള ഭക്തന്മാരുടെ പതിയായിട്ടുള്ള ആ ഭഗവാൻ അവതരിച്ചത് എന്ന് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ്. രണ്ട് ശ്ലോകങ്ങളുടെ അർത്ഥമൊക്കെ ചിലപ്പോൾ ഒന്നായിട്ട് വരും. അത് വിഭജിച്ച് വരുമ്പോൾ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ശ്ലോകം ഒരിക്കൽ കൂടി. സൂതാ ജാനാസി ഭദ്രം ദേ ഭഗവാൻ സാത്വതാം പദി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ. ഓം തത്സത്.